പ്രേമേട്ടാ, ഈ അമ്മയോടൊന്ന് പറയുന്ന എനിക്കിപ്പോ കല്യാണം ആലോചിക്കണ്ടെന്ന്. ഓരോരോ ചെറുക്കന്മാരെ മുന്നിൽ കൊണ്ട് നിർത്തി എന്റെ തൊലി ഉരിക്കുക. എന്തിനാ ചേച്ചി ഇവക്ക് ഇഷ്ടമില്ലാതെ വെറുതെ നിർബന്ധിക്കുന്നേ? അത് കൊള്ളാം. തന്തയോ പോയി. ഈ ഊരിട്ടുന്നതിനിടയിൽ എവിടെങ്കിലും ഉരുട്ടി വീണ് എന്റെ കാറ്റും കൂടെ അങ്ങ് പോയാ പിന്നെ ഇവക്ക് ആരാ ഉള്ളത്? ആ ബ്രോക്കർ കമ്മയുടെ കാശ് വേണം, പിന്നെ ഇവിടുത്തെ തീറ്റയും. അതിനോരോ കാരണം ഉണ്ടാക്ക. ഇന്ന് ഒരുത്തനെ കൊണ്ടുവന്നിരുന്നു. സംസാരിക്കുന്ന എന്നോടാ, പക്ഷെ നോട്ടം അങ്ങോട്ടും ചുക്രക്കണ്ണനാ. ചൊക്രക്കണ്ണനായാലെന്താ? അയാള് ട്രാൻസ്പോർട്ട് ബസ്സിലെ കണ്ടക്ടർ. ഭാഗ്യം ഡ്രൈവർ ആവാത്തത്. എന്റെ ചേച്ചി വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു എന്നാ പറയാറ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആർക്ക് ആരെയൊക്കെയാണെന്ന്. ഇവളുടെ തലയിലും കാണും കല്യാണം കഴിക്കാൻ പോകുന്നതിന്റെ പേര്. തലേന്ന് മുനിച്ചടി. സമയം തെളിയാൻ പോവാണ് മോനെ. വാ പറയട്ടെ, വാ പറയട്ടെ. അതെ, ആ പ്രിൻസ് ബേക്കറിക്കാരന്റെ മകളുടെ വീട് ചെറുതാ, എന്നാലും പണി എനിക്ക് കിട്ടും. പക്ഷെ പ്രേമം ഒന്നൊന്ന് കുറ്റിയടിക്കണം. അതും നാളെ കാലത്ത് 6:30. കുറ്റിയടിക്കലും പ്ലാൻ നോക്കലൊക്കെ ഞാൻ നിർത്തി. അതൊന്നും നമുക്ക് ശരിയാവില്ല. ഇത് ഞാൻ ഏറ്റതാ. എനിക്ക് ജീവനുണ്ട് ഈ പ്രേമനെ ഞാൻ കൊണ്ടുവരുമെന്ന്. ആ കറവില പണി പിടിച്ചേ. പണി പിടിച്ചാൽ മതിയോ? ചെയ്തു കൊടുക്കണ്ടേ? അക്കാര്യത്തിൽ പേടിക്കണ്ട. ബേപ്പൂർ ഞാൻ ആളെ കൊണ്ടുവരും. അളിയൻ മുമ്പിൽ എനിക്കൊന്ന് ഞെളി വെക്കണം. നിങ്ങൾ ആ കുട്ടപ്പനാശ്ശേരി ചെന്ന് വിളിക്കുക. അയാളാകുമ്പോ അതിനൊന്നും പറഞ്ഞിരിക്കുക. അയാളിന് മറ്റവർക്ക് അധികം വിശ്വാസം പോരാ. പാർട്ടിക്ക് പ്രേമം കുറ്റിയടിച്ചാൽ ഒരു തടസ്സമില്ലാതെ പണി തീരുന്ന ഒരു പറച്ചിലുണ്ട്. അതൊക്കെ വെറുതെ. അല്ല, അത് നോക്കണ്ട. ഇത് എന്റെ ഒരു അഭിമാനത്തിന്റെ പ്രശ്നം. എന്റെ മുഴക്കോലും പഞ്ചാംഗവും ഒക്കെ പണി സ്ഥലത്തിരിക്കുക. പ്രേമം ചെന്ന് വണ്ടി കയറി എപ്പോ പോയെടുക്കാം. വേണ്ട, ഞാൻ കുളിച്ച് വല്ലതും കഴിച്ചിട്ട് പോയി എടുത്തോളാം. മതി. കാലത്ത് 6 മണിക്ക് കാർ എടുത്തും വണ്ടിയിൽ. ശരി ശരി. ഏയ്, ഇയാളെന്താ ഇവിടെ? വെറുതെ 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 എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഞാൻ എടുത്തുന്ന് പറഞ്ഞ മാല കൊച്ചമ്മയുടെ കുളിമുറിന്ന് കിട്ടുന്നത് വരെ അവരെന്നെ തല്ലിന്നല്ല എനിക്ക്. ഞാൻ കട്ടതാന്ന് പറഞ്ഞില്ലേ? പോട്ടെ, നീ ഒരു മനുഷ്യജീവിയാണെന്ന് ഇതുവരെ അവർക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടാ. ഏതായാലും മരിക്കുന്നതിനെ പറ്റിയൊന്നും ഇനി ആലോചിക്കരുത്. ആ വീട്ടിലേക്ക് ഇനി ഞാൻ പോവില്ല. അതിലും ഭേദം മരിക്കുക. ഞാൻ പോവില്ല. കരയാതിരിക്കൂ, നമുക്ക് നോക്കാം. വേറെ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം. കരയാതിരിക്കേ. ஹலோ ஹலோ, இது கேரளாவில் இருந்து பேசுகிறேன். மிஸ்டர் வைத்தியநாதனை கிடைக்குமா? வைத்தியநாதன், வைத்தி. അയാൾ സ്ഥലത്തില്ല. കമ്പനിക്ക് വേണ്ടി തുണിയെടുക്കാൻ പോയിരിക്കുക. 10 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? 10 ദിവസം എന്നൊക്കെ പറയുമ്പോഴേ അതുവരെ ഇന്ന് രാവിലെ പോയുള്ളൂന്ന്. നീ ഒരു കാര്യം ചെയ്യ്. ഒരു 10 ദിവസം എങ്ങനെയെങ്കിലും കടിച്ചു പിടിച്ചാൽ വീട്ടിൽ നിൽക്ക്. മണികണ്ഠൻ ചേട്ടൻ്റെ ഫോൺ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. തിരുപ്പൂരിലെത്തിയാൽ ഉടനെ വൈദ്യ എന്നെ ഫോൺ ചെയ്യും. ഒരു ഈച്ച പോലും അറിയാതെ നിന്നെ അവിടെ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഇല്ല, ഞാൻ ഇനി അങ്ങോട്ട് പോവില്ല.
ഏ അതെ, ഇത്രയും കൊല്ലം സഹിച്ചില്ലേ, ഇനി കുറച്ച് ദിവസം കൂടെ ക്ഷമിക്കേ. വാ, ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. ഇല്ല, ഞാൻ പോവില്ല. എന്നാ എവിടെയെങ്കിലും പോയി ചാവ്. ആരാത്? വാ 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 ഇരിക്ക്. ഞാൻ നമ്മുടെ പഴയ ആയുധങ്ങളൊക്കെ എടുത്ത് നോക്കിയതാ. അണ്ണ ഉണ്ടായിരുന്നപ്പോ ചെട്ടിയാർ പ്രദേശത്തിന്റെ കച്ചേരി ഇന്ന് വെറുതെ എഴുതി വെച്ചാൽ മതി, ജനം കൂടും. ഞാൻ നാഗസ്വരം, അണ്ണൻ തകില്, അല്ലെങ്കിൽ ഞാൻ തകില്, അണ്ണൻ നാഗസ്വരം. മൂപ്പര് പോയപ്പോ ഇതൊന്നും എടുക്കാറേ ഇല്ല. ഒരു കീർത്തനെ വാശിക്കിടുമാ. വേണ്ട വേണ്ട, ഞാൻ വന്നത് വേറൊരു കാര്യത്തിന്. എന്താ? ആ നാടകക്കാരെ ഒഴിപ്പിച്ച മുറിയില്ലേ, ആ. അതിന്റെ താക്കോൽ എനിക്കൊന്ന് വേണം. ഇന്നൊരൊറ്റ ദിവസത്തേക്ക് മതി. എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് കാസർഗോട്ട് നിന്നേ. അവന് തിരിച്ചു പോകാൻ വണ്ടി കിട്ടിയില്ല. അപ്പൊ ഇന്ന് രാത്രി ഒന്ന് താമസിപ്പിക്കാനാ. അവിടെ ആകുമ്പോ രാവിലത്തെ ബസ്സിന് തിരിച്ചു പോകാൻ സൗകര്യമായിരിക്കും. അതിനെന്താ ലക്ഷ്മണ. അവിടെ ടോയ്ലറ്റ് ഒക്കെ ഉണ്ട്. കൈയും കാലും മുഖമൊക്കെ കഴുകി സുഖമായിട്ടൊന്ന് വിശ്രമിക്കേ. എനിക്ക് രാവിലെ കുറച്ച് ജോലിയുണ്ട്, അത് കഴിഞ്ഞിട്ട് വരാം. എന്നിട്ട് തീരുമാനിക്കാം എന്താ ചെയ്യേണ്ടതെന്ന്. എന്താ ഒന്നും മിണ്ടാത്തെ? ശരി. പിന്നെ ആത്മഹത്യ ചെയ്തേ തീരുമെന്ന് നിർബന്ധമാണെങ്കിൽ നാടകക്കാരുടെ സാരിയുണ്ട്, മുണ്ടുണ്ട്, മോളിൽ ഫാനുണ്ട്. എൻ്റെ മോളെ പ്ലീസ് ചതിക്കല്ലേ. വാതിലടച്ചു കിടന്നോ. ഒന്നുകിൽ ആത്മഹത്യ അല്ലെങ്കിൽ കൊല, ഇതിൽ രണ്ടിലൊന്നും ഉറപ്പാ. എന്തായാലും സ്വാധീനമുള്ളവരാ, ഒതുക്കും. അങ്ങോട്ടധികം ശ്രദ്ധിക്കാതെ പണിയെടുക്കണ പിള്ളേരെ. എന്റെ ബ്ലഡ് പ്രഷർ കൂടി കൂടി വരാണ് കേട്ടോ. ഇതൊന്ന് നോക്കിയേ. സൂസി ആന്റി മോളും ഗൾഫിൽ നിന്ന് വന്നപ്പോ എല്ലാരും ചേർന്നെടുത്ത ഫോട്ടോയാ. നോക്കട്ടെ. ആ ലെഫ്റ്റ് സൈഡിൽ വന്നെന്ന് അവളും പെട്ടുപോയി. അന്നതിന് അവക്ക് കുറെ വഴക്കേട്ടെങ്കിലും ഇപ്പൊ ഉപകാരമായി. നോക്കട്ടെ, ഇത് ക്ലിയറാ. ഒന്ന് ബ്ലോ അപ്പ് ചെയ്ത് എടുത്താ മതി. എന്റെ പൊന്ന് സൈമ, നീ ഇതൊരു ആനക്കാരി ആക്കാതെ. ഒരു മനുഷ്യ കുഞ്ഞു പോലും അവളെ തിരക്ക് ഇങ്ങോട്ട് വരത്തില്ല. എന്നാലും നമ്മുടെ ഭാഗം ക്ലിയർ ആയിരിക്കണ്ടേ? സ്റ്റേഷൻ റെക്കോർഡ്സിൽ ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഇനി അവൾ എവിടെയെങ്കിലും കിടന്ന് ചത്താലും നമുക്ക് തലയൂരാം. മിസ്സിംഗ് കേസാ, ഇതത്ര നിസ്സാരൊന്നുമല്ല. കർത്താവേ, ഇവിടെ ഉള്ള ഒരു പൊന്നുപോലെ കൈവെള്ളയിൽ വെച്ച് വളർത്തിക്കൊണ്ടുവന്ന കൊച്ചാ. പത്രക്കാരെങ്കിലും ചോദിച്ചാ അളിയൻ ഉടക്ക് വർത്താനം പറയരുത്. അവര് വിചാരിച്ചാ മതി ദേ ഇവൻ അടക്കം തൂങ്ങും. ആ സീഡിയും കാസറ്റും ഒക്കെ കൊണ്ടുവരുന്ന പയ്യനില്ലേ സുനില്, അവൻ ഇവളോട് കൊഞ്ചാനും കൊഴയാനും നിൽക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനതങ്ങോട്ട് പറയാൻ വരുമായിരുന്നു. കറക്റ്റാ, ഞാനത് നോട്ട് ചെയ്തിട്ടുണ്ട്. ബേബി കുട്ടി, അവൻ ഇപ്പൊ തന്നെ അങ്ങ് പൊക്കിയേരും. യെസ് സർ. പ്രേമ, ആകെ കുഴപ്പായിരിക്കുക. ഇവിടെ ഉണ്ടായിരുന്ന വേലക്കാരി പെണ്ണില്ലേ, നേരെ വെളുത്തപ്പോ മുതൽ അതിനെ കാണാനില്ലെന്ന്. സൈമൺ സാറ് വന്ന് നമ്മുടെ പണിക്കാരെയൊക്കെ ഒന്ന് കുടഞ്ഞു. ഞാനുള്ളത് കാരണം അത് അവിടെ കൊണ്ട് തീർന്നു. നമുക്ക് ഇവിടുത്തെ പണി പെട്ടെന്ന് തീർത്തിട്ട് വേഗം സ്ഥലം വിടാ. നീ ഒന്ന് റെഡിയായേ. ഒന്ന് പിടിച്ചേ. ആ, ഓരോരോ മാരണങ്ങൾ വന്ന് പെടണതേ. ആ, ഞാൻ വന്ന് നോക്കിയപ്പോ എന്റെ കൂട്ടുകാരൻ പോയിട്ടില്ല, ഉറങ്ങിപ്പോയി. ഇത്രേ ഉറക്കാന്ന് പറഞ്ഞ എന്തൊരു ഉറക്കം. 1 മണിക്കൂറോടെ ഞാൻ വാതിൽ തട്ടി നോക്കിയിട്ടുണ്ട്. നീ വന്നേ. എന്താ ഇത്? വാതില് തട്ടുന്നത് കേട്ട് നോക്കിയപ്പോ
അയാളതാ പുറത്ത് നിൽക്കുന്നു. കൂട്ടുകാരനാന്ന് പറഞ്ഞല്ലേ താക്കോല് വാങ്ങിയത്. എന്നിട്ട് എന്നെ കണ്ടാലോ? ഞാൻ നോക്കിയപ്പോ ഇവിടെ കുറെ താടിയും മുടിയൊക്കെ ഇരിക്കുന്നു. പെട്ടെന്ന് ഞാനതെല്ലാം എടുത്തു വെച്ച് ഇവിടെ കിടന്നൊരു ഷർട്ടും എടുത്തിട്ടു. അയക്കെന്നെ ഇതുവരെ മനസ്സിലായിട്ടില്ല. കണ്ണ് ശരിക്കും കാണുന്നില്ല എന്നാ തോന്നുന്നത്. കണ്ണ് കാണുന്നവർക്കും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. ഈ ഷർട്ടും മാറ്റാം. ഈ ഷർട്ട് കേട്ടോ. കുറെ നാളായിട്ട് പ്രാക്ടീസ് ഒന്നും ഇല്ലാത്തോണ്ട് ഭയങ്കര കടുപ്പം. അയ്യോ, ഇപ്പോഴോ? നീ പോയി ആ കടയിൽ നിന്ന് 2 ചായ വാങ്ങിച്ചോണ്ട. അല്ല, പൈസ വേണ്ട. മറക്കണ്ട, ആൺകുട്ടിയാ. രണ്ട് ചായ.